ചുരം ഇറങ്ങുമോ രാഹുൽ? കനത്ത പ്രഹരത്തിൽ നിന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തിയ മണ്ണാണ് വയനാടിൻ്റേത്. റായ്ബറേലി എന്ന പരമ്പരാഗത മണ്ഡലത്തിൽ നിന്നും സ്മൃതി ഇറാനിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ രാഹുൽ ഏറ്റവും സുരക്ഷിതമായി കണ്ടത് പിന്നീട് വയനാടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചതിൻ്റെ ഗുണം കേരളമാകെ ഉണ്ടായി. കർണാടകത്തിലും അതിൻ്റെ അലയൊലികൾ ചെലുത്തിയ സ്വാധീനം പറയാതെ വയ്യ. പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അജയ്യനായി മാറിയ രാഹുലിൻ്റെ രാഷ്ട്രീയ തേരോട്ടങ്ങൾക്ക് അടിത്തറയായത് വയനാടിൻ്റെ മണ്ണായിരുന്നു. ഇത്തവണ കലാശക്കൊട്ടിന് പോലും വയനാട്ടിൽ എത്താതിരുന്ന രാഹുലിനോട് ഒരു പരിഭവമില്ലാതെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നൽകിയാണ് വയനാടൻ ജനത പാർലമെൻറ്റിലേക്ക് അയച്ചത്. ഇപ്പോഴിതാ വയനാട് മണ്ഡലം ഒഴിയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതായാണ് വാർത്തകൾ. വയനാടിനൊപ്പം റായ്ബറേലിയിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാഹുൽ ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിഞ്ഞേ തീരും. ഏത് മണ്ഡലം നിലനിർത്തും എന്ന ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചൂടുപിടിക്കുന്നത്. നിലവിൽ പുറത്തുവിടുന്ന സൂചനകൾ അനുസരിച്ച് വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയാനാണ് സാധ്യത. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് അനീതി കാട്ടിയെന്ന എതിർ സ്ഥാനാർത്ഥിയും CPI ദേശീയ നേതാവുമായ ആനി രാജ കുറ്റപ്പെടുത്തി. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധി നേരത്തെ പറയണമായിരുന്നു എന്നാണ് ആനി രാജ പറഞ്ഞത്. രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവൃത്തിയാണ് രാഹുലിൽ നിന്ന് ഉണ്ടായതെന്നും ആനി രാജ വിമർശിച്ചു. അതേസമയം വയനാട് സന്ദർശനത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചത്. രാഹുൽ ഒഴിയുന്ന വയനാട്ടിൽ നെഹ്റു കുടുംബാംഗങ്ങൾ ആരും മത്സരിക്കാൻ എത്തില്ല. കേരളത്തിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ മത്സരിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ടാണ് UDF തരംഗം ഉണ്ടായതെന്ന വസ്തുത പകൽ പോലെ വ്യക്തമാണ്. എന്നിരുന്നാലും ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ കേന്ദ്രീകരിക്കണം എന്ന അഭിപ്രായത്തിനാണ് ഇപ്പോൾ മേൽക്കൈ.